കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകളാകട്ടെ. ഇനി സഹ്യപർവ്വതത്തിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ചുരമേതാണ്? പാലക്കാട് ചുരം. കേരളത്തിൽ സഹ്യനെ മുറിച്ചു കടക്കുന്ന എത്ര ചുരങ്ങളുണ്ട്? 18. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അഗസ്ത്യമുടി. ശിവഗിരി മല ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പത്തനംതിട്ട. പാലക്കാട് ചുരത്തിന്റെ നീളം എത്രയാണെന്ന് അറിയാമോ? 25 കിലോമീറ്റർ. വയനാട് പീഠഭൂമിക്ക് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി ഉയരമുണ്ട്? 900 അടി. ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ആകെ എത്ര കായലുകളുണ്ട് കേരളത്തിൽ? 34. കേരളത്തിൽ 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള എത്ര നദികളുണ്ട്? 11 നദികൾ. ശാസ്താംകോട്ട കായൽ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം ജില്ലയിൽ. അഷ്ടമുടി കായലിന്റെ മറ്റൊരു പേര് പറയാമോ? ആശ്രമം കായൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? പെരിയാർ. അതിന്റെ നീളം എത്ര? 244 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ ആകെ നീളം എത്ര? 209 കിലോമീറ്റർ. കടലുണ്ടി പുഴയുടെ ആകെ നീളമോ? 130 കിലോമീറ്റർ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിൽ. ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്ന സ്ഥലം? പൊന്നാനി. നിള, പേരാർ, പൊന്നാനിപ്പുഴ തുടങ്ങിയവ ഏത് നദിയുടെ പേരാണെന്നറിയാമോ? ഭാരതപ്പുഴ. ചാലിയാർ പുഴ കടലുമായി ചേരുന്നത് എവിടെ വെച്ചാണ്? ബേപ്പൂരിൽ. മുൻകാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഗംഗാനദി എന്നറിയപ്പെടുന്നതോ? ഭാരതപ്പുഴ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന എത്ര നദികളുണ്ട്? 3 നദികൾ. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ല. ഏറ്റവും ചെറിയ പുഴ ഏതാണ്? മഞ്ചേശ്വരം. പമ്പയുടെ മുഖ്യ പോഷക നദി? അച്ഛൻ കോവിനാർ. വലിയ പറമ്പ് എന്ന കായൽ പ്രദേശം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. അഷ്ടമുടി കായലിൽ പതിക്കുന്ന മുഖ്യ നദി? കല്ലടയാർ. കായംകുളം കായലിന്റെ നീളം എത്രയാണെന്ന് അറിയാമോ? 30 കിലോമീറ്റർ. അഷ്ടമുടി കായൽ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന കേരളത്തിലെ ഒരു കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്. ചന്ദ്രഗിരി പുഴ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. കാന്തൻപാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണെന്ന് അറിയാമോ? വയനാട് ജില്ലയിൽ. തുഷാരഗിരി വെള്ളച്ചാട്ടമോ? കോഴിക്കോട്. പത്തനംതിട്ട ജില്ലയിലെ മനുഷ്യനിർമ്മിതമായ ജലാശയം ഏതാണ്? കക്കി ജലാശയം. ചെറായി കടപ്പുറം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? എറണാകുളം. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന അഴിമുഖം ഏതാണ്? പൊന്നാനി അഴിമുഖം. ആലപ്പുഴയുടെ തീരക്കടൽ പ്രദേശത്ത് ഈ പ്രതിഭാസം കൂടുതലായി കാണുന്നു. ചാകര. ഡോൾഫിൻ പോയിന്റ് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. വേമ്പനാട്ട് കായലിലെ പ്രസിദ്ധമായ ഒരു ദ്വീപ്? പാതിരാമണൽ. കേരളത്തിൽ കടലോരമില്ലാത്ത എത്ര ജില്ലകളുണ്ട്? 5. ഇന്ത്യയുടെ ആകെ കടൽ തീരത്തിന്റെ എത്ര ശതമാനമാണ് കേരളത്തിനുള്ളത്? 10%. അഷ്ടമുടി കായലിനെ കടലുമായി ബന്ധിപ്പിക്കുന്ന അഴിമുഖം ഏതാണ്? നീണ്ടകര. ഏറ്റവും കടലോരമുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? കണ്ണൂർ, ആലപ്പുഴ. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാട്. കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ല? കൊല്ലം. ലക്ഷദ്വീപ് സമൂഹത്തിൽ കേരളത്തിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത്. അറബിക്കടലിന് പുരാതന ഗ്രീക്കുകാർ വിളിച്ചിരുന്ന പേരെന്താണെന്ന് അറിയാമോ? എറിത്രേറിയൻ ദ്വീപ്. കുറ്റ്യാടി അണക്കെട്ട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാ? മലമ്പുഴ. മലമ്പുഴ അണക്കെട്ടിന്റെ നീളമോ? 1820. പീച്ചി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? തൃശൂർ. പഴശ്ശി ജലസേചന പദ്ധതിയുടെ ജലസംഭരണി ഏത് നദിയിലാണ്? വളപട്ടണം നദി. ബാണാസുര സാഗർ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വയനാട്. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നറിയാമോ? ഭാരതപ്പുഴ നദിയിൽ. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം? 1895. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കല്ലട ജലസേചന പദ്ധതി. പത്തനംതിട്ട ജില്ലയിലെ കക്കി ജലസംഭരണി ഏത് നദിയിലാണ്? പമ്പാ നദിയിൽ. പെരിങ്ങൽകുത്ത് ജലസംഭരണിയോ? തൃശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്? ഇടുക്കി. ഇടുക്കി ആർച്ച് ഡാമിന്റെ പണി പൂർത്തിയാക്കിയ വർഷം ഏതാണെന്ന് പറയൂ? 1974 മെയ് 24. ഗുഡ്. കേരളത്തിൽ മൊത്തം എത്ര ജലസംഭരണികളുണ്ട്? 30. കല്ലട ജലസേചന പദ്ധതി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം. പെരിയാർ തടാകം ഏത് അണക്കെട്ടുമായി ബന്ധപ്പെട്ടതാ? മുല്ലപ്പെരിയാർ. ഏറ്റവും കൂടുതൽ ജലസംഭരണികളുള്ള കേരളത്തിലെ നദി ഏതാണെന്ന് അറിയാമോ? ഭാരതപ്പുഴ. പൂർണ്ണ എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു നദിയുണ്ട്. ഏതാണത്? പെരിയാർ. മഞ്ചേശ്വരം പുഴയുടെ ആകെ നീളം എത്ര? 16 കിലോമീറ്റർ. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണെന്ന് അറിയാമോ? കബനി. ഭവാനിപ്പുഴ ഏത് ജില്ലയിലാ? പാലക്കാട്. കുടക് മലയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി? കാവേരി. കൗണാർ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? മീനച്ചിനാർ. കേരളത്തിലെ 4ാമത്തെ വലിയ നദി? ചാലിയാർ.
മുതിരമ്പുഴ, ഇടമലയാർ, മംഗളപ്പുഴ എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? പെരിയാർ. പമ്പാ നദിയുടെ ഉദ്ഭവസ്ഥാനം? പീരുമേട്. നെയ്യാറിൻ്റെതോ? അഗസ്ത്യമല. ചാലിയാറിന്റെ ഉദ്ഭവസ്ഥാനം? എളം പരാലിമല. കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദി? പമ്പ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതെല്ലാമാണ്? കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട്? 44. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി? നെയ്യാർ. അച്ചൻകോവിലാറിന്റെ ഉദ്ഭവസ്ഥാനം? പശുക്കിടാമിട്. പെരിയാർ രണ്ടായി പിരിയുന്നത് എവിടെ വെച്ച്? ആലുവ. ഏതെല്ലാം അരുവികൾ ചേർന്നാണ് കടലുണ്ടിപ്പുഴ രൂപമെടുക്കുന്നത്? ഒലിപ്പുഴ, വേളിയാർ. കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഒരു നദിയുടെ തീരത്താണ്. ഏതാണത്? മീനച്ചിലാർ. കേരളത്തിൽ മൊത്തം എത്ര അരുവികളുണ്ട്? 236 അരുവികൾ. വലിയ കുളങ്ങൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല? പാലക്കാട്. നെയ്യാറിന്റെ 2 പോഷക നദികൾ ഏതെല്ലാം? കല്ലാറും കരവലിയാറും. പേപ്പാറ ജലസംഭരണി ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. വാഴാനി ജലസേചന പദ്ധതി ഏത് ജില്ലയിൽ? തൃശൂർ. പഴശ്ശി ജലസേചന പദ്ധതിയോ? കണ്ണൂർ. കൊല്ലം ജില്ലയിലെ ഒരു പ്രമുഖ ജലസേചന പദ്ധതി ഏതാണ്? പല്ലട. 1999 ഒക്ടോബർ 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജലപദ്ധതി ഏതാ?